നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതിൽ തൊട്ട് സത്യം ചെയ്യൂ. ഈശ്വരൻ സാക്ഷിയായി കോടതി മുൻപാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ബഹുമാനപ്പെട്ട കോടതിയുടെ വിലപ്പെട്ട സമയം കളയരുത്. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയുക. ഒറ്റ ഉത്തരം. മറ്റുള്ളവരുടെ മുമ്പിൽ അച്ഛനും അമ്മയും മാതൃകാ ദമ്പതികളായിരുന്നെങ്കിലും വീട്ടിനുള്ളിൽ അവർ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു എന്ന് ഞാൻ ചോദിച്ചാൽ കുട്ടി നിഷേധിക്കുമോ? നിഷേധിക്കുമോ ഇല്ലയോ? ഒറ്റ ഉത്തരം. നിഷേധിക്കുന്നില്ല. നിഷേധിക്കില്ല. കുട്ടി ഫ്ലാറ്റിലേക്ക് കയറി വരുമ്പോ അച്ഛനും അമ്മയും തമ്മിൽ ഒരു വഴക്കിലായിരുന്നു. എന്റെ അച്ഛനും അമ്മയും വളരെ നല്ലവരാ. അവർ തമ്മിൽ വഴക്കിട്ടാലും പെട്ടെന്ന് പിണക്കമൊക്കെ മാറും. അന്ന് അവർ തമ്മിൽ വഴക്കിട്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതെനിക്കറിയില്ല. കുട്ടി ഫ്ലാറ്റിൽ വന്ന് കയറിയപ്പോ എന്താ കണ്ടത്? അവിടെ സാധനങ്ങളൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോ അമ്മയുടെ നിലവിളി കേട്ട് ഞാൻ മുകളിലേക്ക് ഓടി. യെസ്. അപ്പോ അവര് തമ്മിൽ പൊരിഞ്ഞ അടി നടന്നു. അല്ല എന്ന് എങ്ങനെ പറയും? അടി നടന്നതുകൊണ്ടല്ലേ സാധനങ്ങളെല്ലാം അലങ്കോലമായി കിടന്നത്. ആയിരിക്കും. യുവർ ഓണർ, ജയറാമിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി മാധുരി ടെറസിലേക്ക് ഓടിക്കയറുകയായിരുന്നു. അവിടെ വെച്ച് ജയറാം മാധുരിയെ മുകളിൽ നിന്ന് തള്ളിയിടുകയാണ് ഉണ്ടായത്. അല്ല, അങ്ങനെയല്ല. പിന്നെന്താ നടന്നത്? അമ്മയുടെ കയ്യിൽ പിടിവിടാതെ അച്ഛൻ രക്ഷിക്കാൻ ശ്രമിച്ചതാ. രക്ഷിക്കാൻ ശ്രമിച്ചതാണെന്ന് നിങ്ങൾ കണ്ടോ? സത്യമേ പറയാവൂ. നിങ്ങൾ കണ്ടോ? അത് ഞാൻ കണ്ടില്ല. കണ്ടില്ല. കുട്ടി നോക്കുമ്പോ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്നും താഴേക്ക് തൂങ്ങുന്ന അമ്മയുടെ കൈ അച്ഛൻ വിടുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയോ തെറ്റോ? അത് തെറ്റോ ശരിയോ? ശരി. അല്ല, അത് പിന്നെ എനിക്കറിയില്ല. ആ കാഴ്ച കുട്ടി നേരിട്ട് കണ്ടതല്ലേ? കണ്ടതാണ്. യുവർ ഓണർ, സ്വന്തം മകൾ എന്തായാലും കള്ളം പറയില്ലല്ലോ. മാധുരിയെ ജയറാം ഫ്ളാറ്റിന്റെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊന്നതാണെന്ന് സ്വന്തം മകൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിനാൽ ഈ കേസിലെ പ്രതി ജയറാം കുറ്റക്കാരൻ തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ബഹുമാനപ്പെട്ട കോടതി ഒരു കാരണവശാലും ജയറാമിന് ജാമ്യം അനുവദിക്കരുതെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഈ കേസിലെ പ്രതി ജയറാം നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വാദിഭാഗം വക്കീലിന് കഴിഞ്ഞിട്ടില്ല. ജയറാം കുറ്റകൃത്യം ചെയ്തുവെന്ന സംശയവും പ്രോസിക്യൂഷൻ ബലപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ ഈ ജാമ്യഹർജി തള്ളുന്നു. ജയറാമിനെ 14 ദിവസത്തേക്ക് ഈ കോടതി റിമാൻഡ് ചെയ്യുന്നു. എന്റെ മോള് തനിച്ചാകരുത്. അച്ഛൻ മടങ്ങി വരുന്നതുവരെ നീ ഇവൾക്കൊപ്പം പോണം. ഇവർക്കൊപ്പം ഞാൻ പോവാനോ? അതേ മോളെ, ദേവി നിന്നെ സംരക്ഷിക്കും.
നീ ദേവിക്കൊപ്പം പോണം. ഇല്ല, ഞാൻ പോവില്ല. മോളെ, നീ പോണം. പോയേ പറ്റൂ. പോവില്ല, ഞാൻ പോവില്ല. വരൂ പോകാം. മോളെ, ഇപ്പൊ നീ അച്ഛൻ പറയുന്നൊന്ന് കേക്ക്. നീ ദേവിക്കൊപ്പം പോ. ദേവി, എന്റെ മോളെ സംരക്ഷിക്കണം. അവളെ നീ കൈവിടരുത്. വാ വാ, വന്ന് വണ്ടി കയറ്. അച്ഛാ, 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 പോവല്ലേ അച്ഛാ. കരയല്ലേ മോളെ. മതി മതി, കൊണ്ടുപോകാൻ നോക്ക്. അച്ഛാ, അച്ഛാ, പോവല്ലേ അച്ഛാ. അച്ഛാ, മോളെ, പോവല്ലേ അച്ഛാ. മോളെ വാ, നമുക്ക് പോവാം. വീട് എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. ഞാൻ എങ്ങോട്ടും വരില്ല. നിന്റെ അച്ഛൻ നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. ഇനി നിന്നെ സംരക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാ. നിങ്ങൾ എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത് എനിക്കറിയാം. എന്റെ അമ്മ ഇല്ലാതാക്കിയ പോലെ എന്നെ കൊല്ലാൻ വേണ്ടിയല്ലേ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ മിണ്ടാ പൂച്ച പോലെ നിൽക്കുന്നേ? എന്റെ ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾ എന്താ ഉത്തരം പറയാത്തെ? നിന്റെ അച്ഛൻ തിരിച്ചു വരുന്നവരെ നിന്റെ ഈ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം തരില്ല. അതൊന്നും എന്നെ കൊണ്ട് പറയാൻ കഴിയുന്നതല്ല. നീ പ്രായപൂർത്തിയാകാത്തൊരു പെണ്ണാണ്. തൽക്കാലത്തേക്കെങ്കിലും എനിക്ക് നിന്നെ സംരക്ഷിച്ചേ പറ്റൂ. അത് ഞാൻ നിന്റെ അച്ഛന് കൊടുത്ത വാക്കാണ്. എന്റെ അച്ഛന് വാക്ക് കൊടുക്കാൻ നിങ്ങൾ ആരാ? നിങ്ങളും എന്റെ അച്ഛനും തമ്മില് എന്താ ബന്ധം? ചോദ്യങ്ങൾ മതിയാക്ക. വാ, നമുക്ക് പോവാം. നിങ്ങൾ എന്റെ പിന്നാലെ വരരുത്. നിങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണ്ട. മോളെ മീനാക്ഷി, നീ എന്റെ കൂടെ വാ. വാ മോളെ, വാ, നമുക്ക് പോവാം. തൊട്ടു പോരുതന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.